കമൽഹാസൻ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച ഇന്ത്യൻ ടു എന്ന സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലോകേഷ് രജനികാന്ത് സിനിമയായ കൂലി സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ്, നമ്മുടെ സുരേഷ് ഗോപിൻ്റെ പുതിയ സിനിമേൻ്റെ കിടിലൻ ലുക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജിസ് ജോയ് ഡയറക്ഷനിൽ വന്ന ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെടുന്ന തലവൻ സിനിമയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. ടെർബോ സിനിമേൻ്റെ OTT റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും വിറ്റുപോയിരിക്കുകയാണ്. ആദ്യം അപ്ഡേറ്റിലോട്ട് തന്നെ പോകും, ഒട്ടും സമയം കളയാതെ. അതിനു പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുക, അതുപോലെ തന്നെ സൂപ്പർ താങ്ക്സ് ഒക്കെ തരിക, എന്തെങ്കിലുമൊക്കെ തരും. വീഡിയോയിലിട്ട് തന്നെ പോകാം. ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ Day 1 കേരള ഗ്രോസിംഗ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 32 ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതും കുറഞ്ഞ ലിമിറ്റഡ് സ്ക്രീൻസിലാണ് സിനിമ ഇത്രയും അധികം നല്ല റെസ്പോൺസും നല്ല കളക്ഷനും സിനിമ നേടിയെടുത്തിരിക്കുന്നത്. നല്ലൊരു കൺസിഡറിങ് ആയ ഒരു ജേണർ തന്നെയാണ്. എന്തായാലും ഇപ്പോഴും സിനിമ തിയേറ്ററിൽ ഓടുന്നുണ്ട്. എന്തായാലും സിനിമയുടെ റെസ്പോൺസ് ഒക്കെ കണ്ടവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ സുരേഷ് ഗോപിൻ്റെ പുതിയ സിനിമേൻ്റെ ഫസ്റ്റ് ലുക്ക് അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. വാരാഹം എന്ന സിനിമേൻ്റെ നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്ന സിനിമയും കൂടിയാണ് വാരാഹം എന്ന സിനിമ. രാഹുൽ രാജാണ് സിനിമയിലെ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബാച്ചിലർ പാർട്ടി എന്ന മലയാള സിനിമേൻ്റെ ഡയറക്ഷനൊക്കെ ചെയ്യാൻ പോകുന്നത് കാവൽ എന്ന സിനിമേൻ്റെ ഡയറക്ടറായ സനി വി ദേവനാണ്. എന്തായാലും നമുക്ക് ഈ സിനിമേൻ്റെ തിയേറ്റർ റിലീസിനായിട്ട് കാത്തിരിക്കുന്നത് ചെയ്യാം. നമുക്ക് ബസൂക്ക എന്ന സിനിമേൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് ചെറിയ രീതിയിലൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിനോ ഡെന്നീസിൻ്റെ ഡയറക്ഷനിൽ വരണിരിക്കുന്ന ഡെബ്യൂട്ട് ഡയറക്ടറും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ വരണിരിക്കുന്ന സിനിമയാണ് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ എന്തായാലും ഈ വരുന്ന മാസങ്ങളിൽ സിനിമേൻ്റെ ഭാഗത്ത് ഒരു കിടിലൻ അപ്ഡേറ്റ് വരും. സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. 25 CR ആണ് സിനിമ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്നത് ഇതുവരെയായിട്ട്. അടുത്ത ടെർബോ സിനിമേൻ്റെ OTT അപ്ഡേറ്റ്. സിനിമയുടെ OTT അവകാശം അങ്ങനെ സോണി ലിവ് മേടിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തുകയ്ക്കാണ് സിനിമയുടെ OTT റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് അവകാശം നമ്മുടെ സീ സ്റ്റുഡിയോസ് ആണ് മേടിച്ചിരിക്കുന്നത്. ഇതിൽ സീ നെറ്റ്വർക്കാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലൊക്കെ സിനിമ OTT റിലീസിന് വരുമ്പോൾ അല്ലെങ്കിൽ ടെലിവിഷൻ പ്രീമിയർ ചെയ്യുമ്പോൾ നമ്മുടെ സീ കേരളമായിരിക്കും സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്തായാലും നമുക്ക് സോണി ലിവിൽ ഈ ഒരു മാസം അവസാനം അല്ലെങ്കിൽ ജൂലൈ മാസമൊക്കെ ആയിട്ട്, ജൂലൈ മാസം എന്തായാലും റിലീസ് വരാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ വരുന്നുണ്ട്. അപ്പോൾ ജൂൺ മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റ് വീക്കാണ് ചാൻസ് കാണുന്നത്. അടുത്ത അപ്ഡേറ്റ് തലവൻ സിനിമേൻ്റെ OTT അപ്ഡേറ്റ് ആണ്. തലവൻ നമ്മുടെ ജിസ് ജോയ്, അതുപോലെ തന്നെ ബിജു മേനോൻ, ആസിഫ് അലി കേന്ദ്ര കഥാപാത്രങ്ങളിൽ അഭിനയിച്ച ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ജേണറാണ്. സിനിമേൻ്റെ OTT അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമയുടെ OTT അവകാശം നമ്മുടെ സോണി ലിവാണ് മേടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടെർബോ സിനിമയാണെങ്കിലും അതുപോലെ തന്നെ തലവൻ സിനിമയാണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യ സിനിമേൻ്റെ ആണെങ്കിലും എല്ലാ സിനിമകളുടെയും OTT അപ്ഡേറ്റ് നോക്കുമ്പോൾ എന്തായാലും സോണി ലിവിന് നല്ല രീതിയിൽ മലയാള സിനിമകൾ ഇപ്പോൾ മേടിക്കുന്നുണ്ട്. OTT റൈറ്റ്സ് ഒക്കെ ഡിസ്നി വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വേഗത്തിൽ OTT റിലീസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് സോണി ലിവ്. എന്തായാലും ജൂൺ മാസം ജൂലൈ ലാസ്റ്റ് വീക്കൊക്കെയാണ് ഓപ്ഷൻസ് കാണുന്നത് ഈ രണ്ട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നത്. ആദ്യം ആര് വരുമെന്ന് കാത്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ടെർബോയാണോ തലവനാണോ എന്ന്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദ ഗോട്ട്. ഇന്ന് നമ്മുടെ വിജയ് അണ്ണൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ അണ്ണൻ കാണില്ല എന്നാൽ പോലും അണ്ണൻ്റെ ഈ സിനിമയുടെ ട്രെയിലർ അല്ലെങ്കിൽ ഗ്ലിംസ് ഞാൻ കണ്ടിരുന്നു. സാധനം നൈസാണ്. പക്ഷേ എനിക്ക് അതിൽ BGM മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനിരുദ്ധിൻ്റെ ആ ഒരു കിടിലൻ BGM ഞാൻ സത്യം പറഞ്ഞ് മിസ് ചെയ്ത് പോയി. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു സയൻസ് ഫൈ സിനിമയാണ് വെങ്കട് പ്രഭു ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡീറ്റെയിൽ ഇത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ കാണാൻ സാധിക്കും. കാരണം സയൻസ് ഫൈ സിനിമ എന്ന രീതിയിൽ കുറച്ചും കൂടിയും ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. യൂത്ത് പ്രേക്ഷകർക്ക് എന്തായാലും സിനിമ കണക്ട് ചെയ്യാൻ സാധിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യാൻ. നമുക്ക് എന്തായാലും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് എടുക്കുക തിരങ്ങാം. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു സെക്കൻഡ് സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സിംഗിൾ കുറച്ച് അലമ്പ് റെസ്പോൺസ് ആണെങ്കിലും സെക്കൻഡ് സിംഗിൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. റിയൽ ടൈമിൽ 1 മില്യൺ വ്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ യുവാൻ ശങ്കറിൻ്റെ ഒരു പണ്ടത്തെ ഒരു ലവ് ട്രാക്ക് ഉള്ളൊരു സോങ് കൂടിയാണെന്നാണ് കേൾക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു സോങ്ങിനെ കുറിച്ച്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ രജനികാന്ത് ലോകേഷ് അണ്ണൻ സിനിമയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടതാണ്. ഈ സിനിമേൻ്റെ ഷൂട്ടിങ്ങിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ജൂലൈ മാസമാണ് സിനിമേൻ്റെ ഷൂട്ട് തുടങ്ങാനായിട്ട് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചെന്നൈ അതുപോലെ തന്നെ ഹൈദരാബാദ് ഈ 2 ലൊക്കേഷൻസിലാണ് ഇവർ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. രജനി ഈ സിനിമയിൽ ഒരു കിടിലൻ ലുക്കിലായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും രജനികാന്തിൻ്റെ കൂലി എന്ന സിനിമയിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ശങ്കറിൻ്റെ ഒരു കിടിലൻ സിനിമയാണ് നമ്മുടെ ഇന്ത്യൻ ടു എന്ന സിനിമ. സീറോ ടോളറൻസ് സിനിമേൻ്റെ ഓഡിയോ ലോഞ്ചൊക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു നടന്നത്. അതുപോലെ തന്നെ സിനിമേൻ്റെ സോങ്സ് ഒക്കെ കിടിലൻ തന്നെയാണ്. കാരണം നമ്മുടെ അനിരുദ്ധാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിനിമേൻ്റെ ഒരു ഗ്ലിംസ് ആയിരുന്നു അന്നെങ്ങാണ്ട് വന്നത് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. സിനിമ ട്രെയിലർ അങ്ങനെ സെൻസറിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 2 മിനിറ്റ് 36 സെക്കൻഡാണ്. ഈ വരുന്ന തിങ്കളാഴ്ച സിനിമ ട്രെയിലർ റിലീസ് ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും സിനിമേൻ്റെ കിടിലൻ ട്രെയിലറിനായിട്ട് കാത്തിരിക്കുക. 2 മിനിറ്റ് 36 സെക്കൻഡ് വരുന്ന
ഇന്ത്യൻ 2 എന്ന സിനിമ ട്രെയിലർ. എത്ര പേരാണ് ഇന്ത്യൻ 2 എന്ന സിനിമ ട്രെയിലറിനായിട്ട് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കുക, ജോയിൻ ചെയ്യുക, സൂപ്പർ താങ്ക്സ് തരിക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.